നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM മൂതിരക്കണി പിലാർമൂഴി ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നവീകരിച്ച അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ കാത്തലാബിന്റെയും ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജിയുടെയും വെഞ്ചിരിപ്പ് കർമ്മവും ഉദ്ഘാടനവും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണം. വാർത്തകൾ വിശദമായി. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റും ചാലക്കുടിയിലെ സമസ്ത മേഖലയിലും സജീവ സാന്നിധ്യമായിരുന്ന പോൾ ചുങ്കത്തിന്റെ 1ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ചാലക്കുടി വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗവും ജീവകാരുണ്യ സഹായ വിതരണവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തടൻ അധ്യക്ഷനായി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ KV പോൾ, പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPM മൂതിരക്കണ്ണി പിലാർമൂഴി ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. മൂതിരക്കണ്ണി പിലാർമൂഴി റോഡ് മണ്ണ് മാഫിയയ്ക്ക് തകർക്കാൻ സനീഷ് കുമാർ ജോസഫ് MLA കൂട്ടുനിന്നതായി ആരോപിച്ചും റോഡ് പുനർനിർമ്മിച്ചു നൽകാമെന്ന വാക്ക് പാലിക്കാത്തതിനും പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. മൂതിരക്കണ്ണി RSSC പരിസരത്ത് നടത്തിയ സദസ്സ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് ഉദ്ഘാടനം ചെയ്തു. പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിപ്സി ജെയ്റ്റസ്, വാർഡ് അംഗം MK അംബിക, മുൻ പഞ്ചായത്ത് അംഗം KS രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആരംഭഘട്ടത്തിലുള്ള അല്ലെങ്കിൽ പള്ളിയോട് ചേർന്നുള്ള റോഡ് തകർന്നു കിടന്നിട്ട് അത് തകർന്നത് സാധാരണഗതിയിൽ റോഡ് തകരുന്ന ഒരു തകർച്ചയല്ല ഉണ്ടായത്. ഇവിടുന്ന് ചാലക്കുടിയിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിലാർമൂഴി ഭാഗത്തുനിന്ന് മണ്ണ് എടുത്തുകൊണ്ടതിൻ്റെ ഫലമായി വലിയ ടോറസ് ലോറികൾ ഇതിലെ കൂടെ സഞ്ചാരം നടത്തിയതിൻ്റെ ഫലമായി അന്ന് വലിയ സമരങ്ങളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലും യുവജനങ്ങളൊക്കെ സമരം നടത്തി വണ്ടി തടയിലടക്കം നടത്തിയതിൻ്റെ ഫലമായി MLA ഇടപെട്ട് ആ അടിപ്പാത നിർമ്മാണത്തിന് തടസ്സമുണ്ടാകരുത് എന്നുള്ള അതൊരു വികസന പ്രവർത്തനം കൂടിയാണ്. ദേശീയപാതയിൽ ചർച്ച നടത്തിയതിൻ്റെ ഫലമായി MLA അന്ന് ഇവിടുത്തെ ജനങ്ങളോടും ഇവിടുത്തെ മെമ്പറായിട്ടുള്ള രാധാകൃഷ്ണനോടും ഒക്കെ വാഗ്ദാനം ചെയ്ത ഈ റോഡ് പൊളിഞ്ഞു പോയാൽ അത് MLA എന്ന നിലയ്ക്ക് ഞാൻ പുനർനിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കാം, ചുരുങ്ങിയത് 25 ലക്ഷമെങ്കിലും എന്നാണ് അന്ന് പറഞ്ഞത്, അനുവദിക്കാം എന്നുള്ള വാഗ്ദാനം ഈ നാടിന് നൽകിയതിന്റെ ഫലമായിട്ടാണ് അന്ന് ഈ അനുവദിച്ച ഫണ്ട് പിൻവലിച്ചു എന്ന് പ്രഖ്യാപിക്കുക, അതിന്റെ ഔദ്യോഗിക നടപടികൾ പൂർത്തീകരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തോ ഏതെങ്കിലും ഏജൻസിയെ വെച്ച് ഈ റോഡ് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഞങ്ങൾ നിർമ്മിച്ചുകൊള്ളാം എന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞ അർത്ഥം. മനസ്സിലായോ? ഒരു റോഡിന് MLA ഫണ്ട് വെച്ച് അതിന് മേലെ പഞ്ചായത്തിനോ മറ്റുള്ളവർക്ക് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ ചേരേജൊക്കെ വളരെ കൃത്യമാണ്. AEG എസ്റ്റിമേറ്റ് എടുത്താൽ ഈ റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാൻ കഴിയില്ല, എസ്റ്റിമേറ്റ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെ ആ റോഡ് അവിടെ പൂർത്തീകരിച്ച് അതിനുശേഷം പാലം തുടങ്ങിയിട്ടുള്ള ഈ ഭാഗം ഇങ്ങനെ കിടക്കാണ്. നിരവധി രോദനങ്ങൾ ഇതിനിടയിൽ ഒരുപാട് ജനങ്ങൾക്ക് പ്രതീക്ഷയോടുകൂടി വലിയ ഈ റോഡ് നന്നാക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. അതും അസ്ഥാനത്തായി. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ഫണ്ട് വെച്ചു. പഞ്ചായത്ത് 30 ലക്ഷം അല്ലെ 35 ലക്ഷം രൂപ പഞ്ചായത്ത് ഒരു റോഡിന് വേണ്ടി ഫണ്ട് വെച്ച് പിലാർമൂഴി ഭാഗത്ത് അത് പൂർത്തീകരിച്ചു. രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ട പ്രകാരം ജില്ലാ പഞ്ചായത്തിന് 20 ലക്ഷം വീണ്ടും വെച്ചു. അതിന്റെ നിർമ്മാണം ടൈലുവിരി ഏകദേശം പൂർത്തീകരിച്ച് നാളെ മറ്റൊന്നെ പൂർത്തീകരിക്കുമെന്നാണ് രാധാകൃഷ്ണൻ അറിയിച്ചത്. അപ്പൊ അത് കൃത്യതയോടെ നടന്നു. അധികം നാളായിട്ടില്ല വെച്ചിട്ട് കൂടി 5-6 മാസമായിട്ടുള്ളൂ ആ റോഡിൽ ഫണ്ട് വെച്ചിട്ട്. അപ്പൊ 6 മാസം കൊണ്ട് വെച്ച ഫണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഘട്ടം ഈ ഓതരക്കണ്ണിയിലല്ല, ഈ പരിയാരം പഞ്ചായത്തിലല്ല, ഈ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. എന്തുകൊണ്ടാണ് MLA അനുവദിച്ച ഫണ്ട് അങ്ങനെ നിശ്ചലമായി കിടക്കുന്നത്? ഒരു കോൺട്രാക്ടർ അത് എടുത്തു. കോൺട്രാക്ടർ അത് എടുക്കുമ്പോൾ പറഞ്ഞു കാരണം ഇതിന്റെ എസ്റ്റിമേറ്റിൽ അപാകതയുണ്ട്, അതുകൊണ്ട് പ്രിയപ്പെട്ട MLA എന്ത് ചെയ്യണം, അത് എസ്റ്റിമേറ്റ് ഒന്ന് രണ്ടാമതും റിവേഴ്സ് ചെയ്യാൻ, ഒന്ന് അഴിച്ചു പണിയാൻ എനിക്ക് അനുവാദം തരണം, അല്ലെങ്കിൽ എനിക്ക് അതിന് നിർദ്ദേശം കൊടുക്കണം. MLA ഒന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ നാളിതുവരെയായി ആ കോൺട്രാക്ടർ ആവശ്യപ്പെട്ട പ്രകാരം ചില കാര്യങ്ങളിൽ ചിലപ്പോ
കോൺട്രാക്ടർക്ക് ചില കണ്ണുകളുണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് വലിയ തകർന്നു കിടക്കുമ്പോൾ അതിന്റെ എസ്റ്റിമേറ്റിലൊക്കെ അപാകതകളുണ്ടാവും. അത് തിരുത്തണം ആവശ്യപ്പെട്ട് ഇതുവരെ അത് സംബന്ധിച്ച് അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് അയാളെ ഇത് പിന്മാറും. കാരണം കോൺട്രാക്ടർ എന്നല്ലേ അദ്ദേഹത്തിന് ലാഭകരമായാലല്ലേ അദ്ദേഹം എടുക്കുള്ളൂ. ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. ഇതിപ്പോ ഈ റോഡിന്റെ കാര്യമാണല്ലോ, ഏത് കാര്യം എടുത്താലും ഇതാണല്ലോ. ഏത് കാര്യം എടുത്താലും ഇപ്പൊ മോതിരക്കണ്ണിയുടെ പൊതുവായ വികസനത്തിൽ ഈ MLA MP എടുക്കുന്ന ആളൂർ SNDP സമാജമെടുത്തടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ജനുവരി 19 മുതൽ 25 വരെയുള്ള ദിവസങ്ങളായി ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടിയേറ്റം മുതൽ ഉത്സവം വരെ ദിവസവും വിവിധ ക്ഷേത്ര ചടങ്ങുകളുടെയും കലാപരിപാടികളുടെയും ആഘോഷിക്കും. ഉത്സവ ദിവസമായി 25-ാം തീയതി ഞായറാഴ്ച രാവിലെ 5 മണിക്ക് നിർമാല്യ ദർശനവും തുടർന്ന് അഭിഷേകവും നടക്കും. തുടർന്ന് മഹാഗണപതി ഹോമം, ഉഷപൂജ, പന്തീരടി പൂജ, പറനിറപ്പ് എന്നിവയ്ക്ക് ശേഷം ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, ഉച്ചതിരിഞ്ഞ് 3 മുതൽ 7 വരെ പകൽപൂരം. പകൽപൂരത്തിന് കലാമണ്ഡലം സോമന്റെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യവും പത്മശ്രീ പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും അരങ്ങേറും. രാത്രി 9-ന് മഹാഗുരുതി, തുടർന്ന് വിവിധ ദേശക്കാരുടെ താലിവരവ്, പുലർച്ചെ വിവിധ ദേശക്കാരുടെ താലിവരവ് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി CK നാരായണൻകുട്ടി മുഖ്യ കാർമ്മികനാകും. വാർത്താസമ്മേളനത്തിൽ സമാജം ഭാരവാഹികളായ EK മാധവൻ, EV സുബ്രഹ്മണ്യൻ, EA ചന്ദ്രൻ, AR രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഒരു ചെറിയ അനൗൺസ്മെന്റ് നടത്താനാണ് നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് വൈകിട്ട് 7:30 മണിക്ക് കുടിയേറ്റം നടക്കും. ആ കുടിയേറ്റം നടന്നാൽ ബാക്കി അടുത്ത ദിവസങ്ങളിലെല്ലാം തുടർച്ചയായി പരിപാടികളും എല്ലാം ഉണ്ടായിരിക്കും. 25-ാം തീയതിയാണ് ഏറ്റവും പ്രധാന ഉത്സവമായ 5 ഗജവീരന്മാരെ അനുസരിച്ചുള്ള ഉത്സവാഘോഷങ്ങൾ നടത്തുന്നത്. അതിൽ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ കലാപരിപാടികളും നാടകം, ബാലെ, അതുപോലെ നാട്ടുകാരുടെ അമ്മമാരുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നവീകരിച്ച അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ കാത്ത് ലാബിന്റെയും ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജിയുടെയും വെഞ്ചരിപ്പ് കർമ്മവും ഉദ്ഘാടനവും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നിർവഹിച്ചു. ബെന്നി ബെഹനാൻ MP, റോജി M. ജോൺ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ റീത്ത പോൾ, മെഡിക്കൽ സൂപ്രണ്ട് ടിജി ജോസഫ്, ജോയിന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പൊന്തേമ്പിള്ളി, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ എബിൻ കളപ്പുരയ്ക്കൽ, ഫാദർ സെബാസ്റ്റ്യൻ കല്ലറയ്ക്കൽ, സിസ്റ്റർ പൂജിത എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വളരെ കുറഞ്ഞ ആശുപത്രിവാസവും കൂടുതൽ വിജയസാധ്യതയുള്ള ചികിത്സാ സൗകര്യങ്ങളും പക്ഷാഘാതം വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന തളർച്ചകളെ ഇല്ലാതാക്കുവാനും ന്യൂറോ ഇന്റർവെൻഷൻ റേഡിയോളജി വിഭാഗം കൊണ്ട് സാധിക്കുമെന്ന് ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് G. പാലക്കപ്പള്ളി അറിയിച്ചു. 3 അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ കാത്ത് ലാബ് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ 24 മണിക്കൂറും പ്രവർത്തനയോഗ്യമായിരിക്കുമെന്ന് ജോയിന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പൊന്തേമ്പിള്ളി പറഞ്ഞു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ നൽവരങ്ങളും നമ്മെല്ലാവരോടും, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തോടും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരോടും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എത്ര ഡെവലപ്മെന്റ്സ് ഈ ആസ്പത്രിയിൽ ഉണ്ടായാലും, എത്ര നല്ല ചികിത്സകൾ നമ്മൾ ഇവിടുത്തെ ആളുകൾക്ക് കൊടുത്താലും, നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ, അതായത് ഒരു ക്രൈസ്തവ മൂല്യത്തിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത് വെറും ഒരു രോഗി പരിചരണമല്ല, ഇത് സഹോദരോടുള്ള നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള അർപ്പണ മനോഭാവത്തിന്റെ തുടർച്ചയാണ്. ഈ ആശുപത്രി എത്ര ലാഭമുണ്ടാക്കിയെന്ന് അറിയാൻ ആർക്കും താല്പര്യമില്ല, എനിക്ക് ഒട്ടും അതിന് താല്പര്യമില്ല. ഈ ആശുപത്രിയിൽ വരുന്ന ഒരാൾ പോലും സങ്കടപ്പെട്ട് മടങ്ങാൻ സാധിക്കാത്ത വിധത്തില് നമ്മൾ നടത്തുന്ന ആത്മസമർപ്പണം, അതായിരിക്കട്ടെ ഈ ആശുപത്രിയിൽ നയിക്കുന്ന നക്ഷത്രം. ഇതാണ് ഞാൻ ഈ കാത്ലാബിൻ്റെ എല്ലാ സമയത്തും ഞാൻ കോവിഡ് കാലഘട്ടത്തിൽ എനിക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നു. ഇവിടെ വന്നു ആൻജിയോഗ്രാമൊക്കെ ചെയ്ത് ഡോക്ടർ പ്രസ്താവിച്ചിരിക്കുന്ന മരുന്ന് ഇപ്പോൾ കൃത്യമായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
പൂർണ്ണ ആരോഗ്യമാണ്. എന്നാലും അത് സൂചിപ്പിച്ചത് ലാഭമല്ല, ഇതുപോലെ ലാഭമല്ല, വീടുകൾ നൽകിയിട്ടുള്ള ഒട്ടേറെ ആളുകളാണ് ഈ ആശുപത്രിയുടെ ശക്തി. അതിൻ്റെ ഏറ്റവും ഈ നാട് സന്തോഷിക്കുന്നു. കാരണം ഈ ആശുപത്രി വളരുമ്പോൾ അതിനോടനുബന്ധിച്ച് ഈ നാട് വളരുകയാണ്. ഇവിടെ നൽകപ്പെടുന്ന ഓരോ സേവനവും അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ലഭ്യമാവുന്നത് ഈ നാട്ടുകാർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ നമുക്കെന്നും അഭിമാനത്തോടുകൂടി ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന ഈ ആശുപത്രിക്ക് ഇനിയും കൂടുതൽ വളർച്ചയുണ്ടാവട്ടെ. കുടിവന്റെ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഒത്തിരിയേറെ ആളുകൾക്ക് ആശ്വാസം പകരാൻ, സൗഖ്യം പകരുവാനായിട്ട് ഈ ആശുപത്രിക്ക് ഇനിയും സാധിക്കട്ടെ. ഈ കാത്തലാബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഫംഗ്ഷന് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനേക്കാൾ അധികമായി നമ്മുടെ ഹാർട്ട് കെയർ സെൻ്ററിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകി എല്ലാവരെയും ഒരു പരിധിവരെയെങ്കിലും ഓർക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണം. 1:30 ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹം എത്തിയത്. സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ. സുധാകരൻ, കോൺഗ്രസ് ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും നേതാക്കൾ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ആദ്യം പ്രൊഫസർ എം. ലീലാവതി ടീച്ചറുടെ വസതിയിലും അവിടെ നിന്ന് മഹാപഞ്ചായത്ത് നടക്കുന്ന സമ്മേളന നഗരിയിലും എത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ 15,000-ലധികം കോൺഗ്രസ് ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന KPCC സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിൽ അദ്ദേഹം പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ 14 രേഖപ്പെടുത്തിയ 1,05,600 എന്ന റെക്കോർഡാണ് തിരുത്തിയത്. ഒറ്റയടിക്ക് 1,400 രൂപ വർദ്ധിച്ചതോടെ പുതിയ ഉയരം കുറിച്ചിരിക്കുകയാണ് സ്വർണ്ണവില. 1,06,840 രൂപയാണ് പുതിയ സ്വർണ്ണവില. ഗ്രാമിന് 175 രൂപയാണ് ഉയർന്നത്. 13,355 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലും വില ഉയരുന്നതാണ് ദൃശ്യമായത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് വില ഇപ്പോഴും ഉയർന്നു നിൽക്കാൻ കാരണം. ഓഹരി വിപണിയിൽ കനത്ത ഇടിവ്. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ BSE സെൻസെക്സ് 600-ലധികം പോയിന്റ് താഴ്ന്നു. നിഫ്റ്റിയിലും സമാനമായ ഇടിവ് ദൃശ്യമായി. 25,500-നും തൊട്ടു മുകളിലാണ് നിഫ്റ്റി. ഇരു വിപണികളിലും ഏകദേശം 0.5% ഇടിഞ്ഞത്. ആഗോള വിപണികൾ ദുർബലമായതും വിദേശ നിക്ഷേപത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്കും ആഗോള വിപണിയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങളുമാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചത്. ഗ്രീൻലാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അധിക തീരുവ ചുമത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളാണ് ആഗോള വിപണിയിൽ അനിശ്ചിതത്വത്തിന് കാരണം. ICICI ബാങ്ക്, HDFC ബാങ്ക്, റിലയൻസ്, വിപ്രോ ഓഹരികളാണ് പ്രധാനമായി നഷ്ടം നേരിട്ടത്. അതേസമയം ടെക് മഹീന്ദ്ര, ബജാജ് ഫിനാൻസ്, ട്രെൻഡ് ഓഹരികൾ നേട്ടത്തിന്റെ പാതയിലാണ്. അതിനിടെ രൂപ നേട്ടത്തിലാണ്. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ 12 പൈസയുടെ നേട്ടത്തോടെ 90.66 എന്ന നിലയിലാണ് രൂപ. ഡോളർ ദുർബലമായതാണ് രൂപയ്ക്ക് കരുത്തായത്. സ്വർണത്തിന് പിന്നാലെ റെക്കോർഡ് കുതിപ്പുമായി വെള്ളിയും. വെള്ളി വില കിലോഗ്രാമിന് 3 ലക്ഷം രൂപ കടന്നിരിക്കുകയാണ്. കേരളത്തിൽ 3,18,000 രൂപയാണ് 1 കിലോഗ്രാം വെള്ളിയുടെ വില. ഗ്രാമിന് 318 രൂപ നൽകണം.
കേരളത്തിൽ വെള്ളി വിലയിൽ കിലോഗ്രാമിന് 8,000 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. രാജ്യാന്തര വിപണിയിലെ വിലയ്ക്ക് അനുസൃതമായാണ് സംസ്ഥാനത്ത് വെള്ളി വിലയിൽ മാറ്റം ഉണ്ടാകുന്നത്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലും വില 3 ലക്ഷം കടന്നു. ആഗോള വിപണിയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വവും ഭൗമരാഷ്ട്രീയ സംഘർഷവുമാണ് വിലയെ സ്വാധീനിക്കുന്നതെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ 3,04,087 രൂപയാണ് 1 കിലോഗ്രാം വെള്ളിയുടെ വില. സ്വർണത്തിലെ എന്ന പോലെ സുരക്ഷിത നിക്ഷേപമായി കണ്ട് വെള്ളിയിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. വ്യാപാരത്തിന്റെ ആദ്യഘട്ടത്തിൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ 5.67% മുന്നേറ്റമാണ് വെള്ളി വിലയിൽ ഉണ്ടായത്. ഒരു വർഷം കൊണ്ട് വെള്ളി വിലയിൽ 206% മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ച അഖില തന്ത്രി പ്രചാരക് സഭയ്ക്ക് ഹൈക്കോടതിയുടെ വിമർശനം. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെയാണോ ഹർജി നൽകിയിട്ടുള്ളതെന്ന് കോടതി ചോദിച്ചു. SITക്ക് മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പ്രതികളായവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ എന്നും കോടതി ചോദിച്ചു. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 10 ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച കേസിൽ ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്തിനാണ്? ഈ സമയത്ത് റിട്ട് ഹർജി ഫയൽ ചെയ്തതിന് ഒരു കാരണവും കാണാനാകുന്നില്ല. പ്രതികൾ നിരപരാധികളാണെന്നാണോ വാദമെന്നും ഹൈക്കോടതി ചോദിച്ചു. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞിട്ടില്ല, സ്വർണം പൂശിയതാണ് എന്നാണോ പറയുന്നതെന്നും കോടതി ആരാഞ്ഞു. SIT അന്വേഷണം ഫലപ്രദമല്ലെന്നും അന്വേഷണ സംഘത്തിന് മേൽ രാഷ്ട്രീയ സ്വാധീനമുള്ളതായും ഹർജിക്കാർ പറയുന്നു. 4 മാസമായിട്ടും മോഷ്ടിച്ച സ്വർണം വീണ്ടെടുക്കാൻ അന്വേഷണത്തിൽ കഴിഞ്ഞിട്ടില്ലെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. തുടർന്ന് സമാന ഹർജികൾക്കൊപ്പം പരിഗണിക്കാനായി ഫെബ്രുവരി 4 ഹർജി മാറ്റിവെച്ചു. 2 ദിവസങ്ങളായി കുന്തംകുളത്ത് നടന്ന ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ അത്ലറ്റിക് മീറ്റിൽ 150 പോയിന്റുമായി കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ഓവറോൾ കിരീടം നേടി. അണ്ടർ 14 ബോയ്സ് ആൻഡ് ഗേൾസ് വിഭാഗത്തിൽ 65 പോയിന്റോടെയും അണ്ടർ 17 ബോയ്സ് വിഭാഗത്തിലും ഗേൾസ് വിഭാഗത്തിൽ 85 പോയിന്റോടെയും 1ാം സ്ഥാനവും നേടിക്കൊണ്ടാണ് തുടർച്ചയായി ഓവറോൾ കിരീടം സ്വന്തമാക്കിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ VM സുധീരനെ ദേഹാസ്വസ്ഥത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ജനുവരി 12 രാത്രി മുതൽ അനുഭവപ്പെട്ട ദേഹാസ്വത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയെ ചികിത്സയിലായിരുന്നു. എന്നാൽ ഇതുവരെ ആശ്വാസകരമായ പുരോഗതി കൈവരിക്കാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണെന്ന് VM സുധീരൻ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണെന്ന വിവരം ക്ഷമാപണത്തോടെ അറിയിക്കുന്നതായി VM സുധീരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പത്മഭൂഷൺ രാഘവൻ തിരുവൻപാടിന്റെ അനുസ്മരണാർത്ഥം ചാലക്കുടി നഗരസഭ നൽകുന്ന കേരളത്തിലെ മികച്ച ആയുർവേദ വിശ്വങ്കരനുള്ള പുരസ്കാരത്തിന് നാമനിർദ്ദേശം ക്ഷണിച്ചു. 15,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വൈദ്യരംഗത്തെ മികച്ച സാഹിത്യ പ്രതിഭയ്ക്കാണ് പുരസ്കാരം നൽകുന്നത്. വൈദ്യരംഗത്തെ പ്രവർത്തനവും സാഹിത്യരചനയും സംബന്ധിച്ച രേഖകൾ ചേർത്ത വിശദമായ ബയോഡാറ്റയോടെയുള്ള നാമനിർദ്ദേശങ്ങൾ സ്വയമോ മറ്റൊരാൾക്കു വേണ്ടിയോ സമർപ്പിക്കാം. ജനുവരി 31 കൺവീനർ രാഘവൻ തിരുമുൽപ്പാട്, പുരസ്കാര സമിതി രാജവിഹാരം, തിരുമുൽപ്പാട് റോഡ്, ചാലക്കുടി എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9474742552 എന്ന വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. ജില്ലാ മെറിറ്റ് അവാർഡിന് വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. SSLC, THSSLC, ഹയർ സെക്കൻഡറി, VHSC വിഭാഗങ്ങളിൽ സംസ്ഥാന സിലബസിൽ പഠിച്ച് 2024 മാർച്ചിൽ പരീക്ഷ എഴുതിയ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് അവസരം. അപേക്ഷകർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കോളർഷിപ്പ് വെബ്സൈറ്റിൽ നിന്നും അപേക്ഷ ഡൗൺലോഡ് ചെയ്യാം. 2,000 രൂപയാണ് അവാർഡ് തുക. അപേക്ഷകർക്ക് IFSC ഉള്ള ഏതെങ്കിലും ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. രക്ഷാകർത്താവുമായി ചേർന്നുള്ള മൈനർ അക്കൗണ്ട് ഉള്ളവർ സ്വന്തം പേരിൽ മാത്രമായുള്ള അക്കൗണ്ടായി മാറ്റേണ്ടതാണ്. അതിനൊപ്പം ബാങ്ക് അക്കൗണ്ട് ലൈവ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ പകർപ്പ്, ഗസ്റ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ SSLC മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് അപേക്ഷയ്ക്കൊപ്പം അയക്കണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 5. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM മൂതരക്കണി പിലാർമൊഴി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നവീകരിച്ച അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ കാത്തലാബിന്റെയും ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജിയുടെയും വെഞ്ചിരിപ്പ് കർമ്മവും ഉദ്ഘാടനവും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു.
പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.